സതീശൻ കോൺഗ്രസിനെ ഭരിക്കുന്ന കാലഘട്ടം തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ നാടിൽ അതികായകന്മാരായ UDF കോൺഗ്രസ് നേതാക്കൾ നിശബ്ദമാക്കപ്പെട്ടിട്ട് നാളെത്രയായി? ഈ വാർത്ത കേൾക്കുമ്പോ അങ്ങനെയൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർ ഇപ്പോൾ VM സുധീരനെതിരെ നടക്കുന്ന വലിയ സൈബർ ആക്രമണം, അതിനൊരു സൈബർ ആക്രമണം എന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കെട്ടടങ്ങി പോകുന്ന വാർത്തയായി കാണാൻ കഴിയില്ല. ആർക്കെതിരെയാണ്, ആരാണ് പറയുന്നത്? കോൺഗ്രസിന്റെ വെള്ളക്കതർ ധരിച്ച് കോൺഗ്രസുകാരെന്ന് പറയുന്ന സ്വന്തം ബ്രാൻഡ് ലേബലിൽ ഈ നാട്ടിൽ നടക്കുന്ന സാധാരണ പ്രവർത്തകർ VD സതീശൻ അനുകൂലികൾ എന്ന് പറയുന്ന VD പക്ഷം എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറി VM സുധീരനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയുന്ന ലെവലിലേക്ക് കോൺഗ്രസിന്റെ ദിശ മാറുന്ന സമ്പ്രദായം എന്നാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കിടന്നുഴഞ്ഞു പോകുന്ന സമയത്ത് പോലും ആന്റണി ഗ്രൂപ്പ്, A ഗ്രൂപ്പും I ഗ്രൂപ്പും അടക്കം ഒടികുത്തിയ ഗ്രൂപ്പുകൾ ഏറ്റവും വലിയ പീക്ക് ലെവലിൽ നിന്നപ്പോൾ പോലും ഇല്ലാത്ത രീതിയിൽ വലിയ ചർച്ചകളിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലേക്ക് VD പക്ഷം ഉണ്ടാകുന്നതാണ്. പാർട്ടി പിടിക്കാൻ VD ഇറങ്ങി എന്ന് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ തലക്കെട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? VD സതീശൻ ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി വന്നാൽ അത് നടത്തിയെടുക്കാൻ, ഏതാളെയും വെട്ടി നടത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ബലവാനായ VD സതീശൻ. നോക്കൂ നിങ്ങൾ, മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് നിശബ്ദതയുടെ എക്സ്ട്രീം ലെവലിലേക്ക് പോയ VD സതീശൻ ഗ്രൗണ്ടിൽ കളിച്ച കളികൾ, ഈ നാടിന്റെ ജനശബ്ദം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയായിരുന്നു അന്ന്, ഒരു സംശയവുമില്ല. പക്ഷേ കോൺഗ്രസുകാർ സൈബർ അറ്റാക്കിങ്ങിലൂടെ നേടിയെടുത്ത വലിയൊരു പ്രചരണം കൂടിയുണ്ടെന്ന്. KCയും RCയും ഒക്കെ നിലം തൊടാതെ വിമർശനങ്ങൾക്കും പള്ളുവിളികൾക്കും വിധേയരായ ഒരാഴ്ച, രണ്ടാഴ്ച കാലഘട്ടം. അന്ന് അതിനെതിരെയും ഒരക്ഷരം മിണ്ടാതെ നിശബ്ദനായി നിന്ന VD സതീശൻ ഇന്ന് രാഷ്ട്രീയ ഗുരുവായ VM സുധീരനെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയുന്ന ടാഗ് ലൈൻ അടിച്ചുവിട്ട് വലിയ പ്രചരണം നടക്കുമ്പോഴും നിശബ്ദമായി പോകുന്ന VD സതീശൻ ഇന്ന് പുതിയ ഭരണ സംവിധാനം, പുതിയ നേതൃത്വം KPCCയിലേക്ക് വരണമെന്ന് പറയുമ്പോഴും ആ പാർട്ടിയിലെ നേതൃത്വത്തിലേക്ക് എന്നെ അനുകൂലിക്കുന്നവർ വന്നു ചേരണമെന്ന് നിശബ്ദമായി ആഗ്രഹിക്കുന്ന VD സതീശൻ നേതാക്കളെ ഓരോ കോണിലും ഏകീകരിക്കുകയാണ് VD പക്ഷം എന്നുള്ളത്. RC ചിലപ്പോൾ ഇതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ടാവാം. ഹൈക്കമാൻഡിൽ നിന്ന് ദേശീയ നേതൃത്വത്തിന്റെ മുഖ്യമുഖമായ KC വേണുഗോപാൽ ഇതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ടാവാം. പക്ഷേ അതൊന്നും വാർത്തയല്ല. VD സതീശൻ, VD അനുകൂലികൾ അതിനുവേണ്ടി പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വാർത്തയായി മാറുന്നു. കാരണം ഏറ്റവും വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊടുക്കാൻ കഴിയുന്ന, ഒരു എൻഡ് റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു വലിയ കൂട്ടമായി VDS പക്ഷം മാറി എന്ന് പറയാതെ വയ്യ. 100% ഉറപ്പാണ്. നിങ്ങൾ കണ്ടുകൊള്ളൂ, വലിയ പ്രതിരോധത്തിലേക്ക് VM സുധീരൻ പോകും. VM സുധീരൻ എന്ന ഒറ്റയാന് ഈ വിഷയത്തെ പ്രതികൂലിച്ച് നിൽക്കാനാവുകയില്ല. വലിയ രീതിയിൽ ഹൈക്കമാൻഡ് അടക്കമുള്ള ആളുകളുടെ ഇടപെടലുകളിലൂടെ എങ്ങാനും ധനവകുപ്പിന്റെ ബഡ്ജറ്റ് റിപ്പോർട്ടിൽ വീര്യം കുറഞ്ഞ മദ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു പരാമർശം അതിനകത്തുണ്ടായാൽ, ഒരു ആക്ഷൻ കാർഡ് അതിനകത്തുണ്ടായാൽ VM സുധീരനെ നിഷ്പക്ഷമാക്കുന്ന രീതിയിലേക്ക് പണി തുടങ്ങാനുള്ള ആദ്യ പണിയാണ് ഇന്ന് VD അനുകൂലികൾ തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിങ്ങൾ നോക്കിക്കോളൂ, അതും VD അനുകൂലികൾ പറഞ്ഞു വെക്കുന്ന, VD അനുകൂലികളെ കൊണ്ട് VD സതീശൻ പറഞ്ഞു വെക്കുന്ന അതേ നിലയിലേക്ക് തന്നെ എത്തുമെന്ന രാഷ്ട്രീയ ചിത്രമാണ് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടെ ഈ രാഷ്ട്രീയ കേരളം കോൺഗ്രസിൽ കാണാനിടയാവുക.